രാഹുലിനെ ചതിച്ച കട്ടപ്പ കളത്തിലിറങ്ങി കെട്ടിപ്പിടിക്കാൻ കേക്കച്ചനും. രാഹുലിന്റെ കൂടെ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് വലങ്കയ്യായി നടന്ന് ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ച് ഒരു പാത്രത്തിലുമുണ്ട് രാഹുലിന്റെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയ കട്ടപ്പ പതുക്കെ കളത്തിലിറങ്ങി. രാഹുൽ ഇല്ലാതായാൽ ആ കസേരയിൽ അടുത്ത ദിവസം കയറി രണ്ടാം സ്ഥാനക്കാരനായ തനിക്ക് ഇരിക്കാം എന്ന് കട്ടപ്പ വർക്കി വ്യാമോഹിച്ചു. രാഹുലിന്റെ സ്വകാര്യ ചാറ്റുകൾ കട്ടപ്പ കോപ്പി ചെയ്ത് കേക്കച്ചന് നൽകി. അപ്പോഴാണ് താൻ നക്കിക്കൊണ്ടിരുന്ന കേക്കിന് രാഹുലിനോട് ആരാധന ഉണ്ടെന്ന ആ യാഥാർത്ഥ്യം കേക്കച്ചൻ മനസ്സിലാക്കിയത്. ഇത് കേക്കച്ചൻ ചോദിച്ചപ്പോൾ മാനസപുത്രി മലക്കം മറിഞ്ഞു. അവൻ എൻ്റെ പിന്നാലെ നടക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. അങ്ങനെ കേക്കച്ചന്റെ നിർബന്ധത്താലാണ് മാനസപുത്രി ഇപ്രകാരം മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയത്. വിത്തും തടയും ഒന്നിച്ചു തിന്നുന്ന കേക്കച്ചൻ ഈ വിഷയം മരമുറി ചാനലിന് ഒരു എക്സ്ക്ലൂസീവ് അടിക്കാൻ ഇട്ടുകൊടുത്തു. പിന്നെ പിന്നിൽ നിന്ന് കളിച്ചു. ആരോപണം വന്നപ്പോൾ തന്നെ നടപടിയും എടുത്തു. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ മാനസപുത്രി കേക്കച്ചൻ എത്ര നിർബന്ധിച്ചിട്ടും ഇതുവരെ രേഖാമൂലം ഒരു പരാതി നൽകിയില്ല. കൂടെ നടന്ന് ആത്മാർത്ഥ സുഹൃത്തായി നടന്ന് പണിഞ്ഞ കട്ടപ്പ വർക്കി രാഹുലിനെ പുറത്താക്കിയ അടുത്ത ദിനം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഇരുത്തണമെന്ന് വാശി പിടിച്ചു. അത് നൽകാമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ കട്ടപ്പ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം നൽകാം എന്ന ഉറപ്പിന്മേലാണ് കട്ടപ്പ വർക്കി രാഹുലിന്റെ സ്വകാര്യ ചാറ്റുകൾ കേക്കച്ചന് നൽകിയത്. പക്ഷേ പൊതുജനവികാരം എതിരാണ്. ഇപ്പോൾ ആ കസേരയിൽ ഇരുത്തിയാൽ ജനങ്ങൾ സംശയിക്കും എന്നതുകൊണ്ട് മാത്രമാണ് കട്ടപ്പയെ ആ കസേരയിൽ കേക്കച്ചൻ ഇരുത്താത്തത്. ഇരുത്തിയില്ലെങ്കിലും കട്ടപ്പ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി സ്വയം പ്രഖ്യാപിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ച ആ സമയം തന്നെ കട്ടപ്പയെ കേക്കച്ചൻ കളത്തിലിറങ്ങി ഒരു രാഹുലാകുവാൻ ശ്രമം നടത്തി. ഷാഫിയെ അടക്കം അവിടെ നിന്നും അകറ്റിക്കൊടുത്തു. എന്തിന്? കട്ടപ്പയ്ക്ക് മുൻതൂക്കം കിട്ടുവാൻ. പക്ഷേ പുലി ഇറങ്ങിയിരുന്നിടത്ത് പൂനെ ഇറങ്ങിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഏതാണ്ട് അതുപോലെയായിരുന്നു പ്രകടനങ്ങൾ. ശ്രദ്ധ നേടിയില്ല എന്ന് മാത്രമല്ല, ചീറ്റിപ്പോയി. കേക്കച്ചൻ വാക്കുകൊടുത്തതുപോലെ താൻ MLA-യും മന്ത്രിയും ആകുമെന്ന് കരുതുന്ന കട്ടപ്പ 6 മാസത്തിനുള്ളിൽ പോലീസുകാർ തന്നെ സല്യൂട്ട് അടിക്കേണ്ടി വരും എന്ന് ആവശ്യത്തോടെ പറയുന്നത് കേൾക്കുക. പ്രിയപ്പെട്ട ഇവിടെ നിൽക്കുന്ന കാക്കിയിട്ട പോലീസുകാരാ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം 6 മാസം കഴിയുമ്പോ ആ കൈ കൊണ്ട് യൂത്ത് കോൺഗ്രസുകാർക്ക് സല്യൂട്ട് അടിക്കാൻ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങൾക്കാണ് ഇന്നലെ നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ചത്. ഒരു പൂജാരിയായ ഒരു വ്യക്തി, മദ്യം ഇതേവരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി മികച്ച പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ മദ്യപിച്ചു എന്ന കള്ളക്കേസ് എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും പോലീസ് ജീപ്പിലും ഇട്ട് മൃഗീയമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടത്. കട്ടപ്പ വർക്കിയോടൊക്കെ ജനങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. പക്ഷേ വിശ്വസ്തനെന്ന് ഭാവിക്കുകയും പിറകിലൂടെ കുത്തുകയും ചെയ്യുന്ന ഇവൻ എന്തുകൊണ്ടും കേക്കച്ചന്റെയും സരിതേശന്റെയും രമേശന്റെയും ഒക്കെ പിൻഗാമിയാകുവാൻ വളരെ യോഗ്യനാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാഹുൽ വിഷയത്തിൽ കൂടെ നിൽക്കേണ്ടുന്ന കട്ടപ്പ അവസരം വന്നപ്പോൾ തന്നെ പിന്നിൽ നിന്ന് കുത്തി. അപ്പോൾ അപ്രഖ്യാപിത അധ്യക്ഷനുമായി. സുജിത് വിഷയമുണ്ടായപ്പോൾ രാഹുൽ കളത്തിലുണ്ടായിരുന്നു എങ്കിൽ കേരളം കത്തിയേനെ. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതോ? ചീറ്റിപ്പോയി. ഇതിൻ്റെ എല്ലാം ആഘോഷമായി ഓണസദ്യ എന്ന പേരിൽ പിണറായി സംഘടിപ്പിച്ച ആ ആഘോഷത്തിൽ പോയി സദ്യ കഴിച്ച് പിണറായിയുടെ ഇല പോലും എടുത്തു നക്കി കേക്കച്ചൻ. എന്നിട്ട് യാതൊരു നാണവുമില്ലാതെ ഉളുപ്പുമില്ലാതെ തൻ്റെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് അടികൊണ്ട സുജിത്തിന്റെ വീട്ടിൽ ദിവസങ്ങൾ കഴിഞ്ഞ് പോയതും കാണുക. അവിടെ നടത്തിയ ആ അഭിനയം, ഫോട്ടോഷൂട്ട് കാണുക. എത്ര ആർട്ടിഫിഷ്യലായിട്ടാണ് ഈ കെട്ടിപ്പിടുത്ത അഭിനയം എന്ന് നിങ്ങൾ കാണുക. 2.5 കൊല്ലം ഇവറ്റകൾ സുജിത്തിനെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അവൻ ഒറ്റയ്ക്ക് പോരാടുകയും വിവരാവകാശ നിയമപ്രകാരം നേടിയതുമാണ് ഈ വിഷ്വലുകൾ. നാണമില്ലേ ഉദുക്കേശ തനിക്ക് ഈ നാടകം കളിക്കുവാൻ?
KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മിടുമിടുക്കനായ കെ സുധാകരനെ ആലപ്പുഴ കോവാലിനെ കൊണ്ട് എടുത്തു കളയിപ്പിച്ച് ഒന്നും നടക്കുവാൻ പോലും ആപതില്ലാത്ത ഒരു അരമനക്കൊണ്ടനെ കൊണ്ടുവച്ചു. ഷാഫി, രാഹുൽ അടങ്ങുന്ന യുവ നേതാക്കളെ ഒതുക്കി കേക്കച്ചൻ ഫേഷ്യലും ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളാവുന്ന എല്ലാവരെയും ഒഴിവാക്കി ആരും അറിയാത്ത കുറെ പരട്ടകളെ തൻ്റെ ചുറ്റും നിർത്തി കേക്കച്ചൻ്റെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ വന്നപ്പോൾ സതീശന്റെ പിടിച്ചുവെപ്പുകാരുടെ ആ കലിപ്പ് കാണുക. കോട്ടയം റെക്കോർഡ് ചെയ്തോളൂ. ചേട്ടാ എന്ത് ആലപ്പുഴ കോവാലിനും കേക്കച്ചനും രമേശനും അടങ്ങുന്ന കോൺഗ്രസിന്റെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന നാറികളുടെ ക്ഷുദ്രപ്രവർത്തനങ്ങൾ കണ്ടുമെടുത്ത ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. എന്റെ പേര് സജിമോൻ KP, കേരള കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. സാറിന്റെ ഈ നമ്മുടെ മാങ്കൂട്ടത്തിലിന്റെ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് വേണ്ടി സാർ ചെയ്ത വാർത്ത സാറിനെ ബിഗ് സല്യൂട്ട് അടിക്കുന്നു. അത് സാർ ചെയ്യുന്ന വാർത്തകൾ ഇതുപോലെയുള്ളതായിരിക്കണം. എനിക്ക് വളരെ സന്തോഷവും ആത്മാർത്ഥതയും ഉണ്ട് ഈ കാര്യത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെയുള്ള മുമ്പേ ഒരു ടീച്ചർ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ചാണ്ടി ഉമ്മനെ പോലെയുള്ളവർ വളർന്നു വന്നാൽ നമ്മുടെ കോൺഗ്രസ് ഇവിടെ ശക്തിപ്പെടും. അതിനെ അടിച്ചു തകർക്കാൻ വേണ്ടി പല ക്ഷുദ്രശക്തികളും ഇതിനകത്ത് മുൻകൈയെടുത്ത് വരുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്ത വ്യക്തിയല്ല, 100% ഉറപ്പാണ്. അദ്ദേഹത്തെ എവിടെ ഇപ്പൊ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞാലും അതിന്റെ 10 ഇരട്ടി വോട്ടോടുകൂടി പുള്ളി ജയിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ കോന്നി മണ്ഡലത്തിലോട്ട് വരട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഡബിൾ വിജയത്തോടുകൂടി ഇവിടെ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സാറ് ചെയ്ത ഇന്നത്തെ വാർത്തയ്ക്ക് ഒരു 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 10,000 സല്യൂട്ട് അടിക്കുന്നു. അത് നന്നായി, നല്ലതായി. താങ്ക് യു. ഈ കോൺഗ്രസ് നേതൃത്വം പക്ഷേ ഇത് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല? കാരണം ഇത്രത്തോളം ഇദ്ദേഹത്തിന് ജനപിന്തുണയുണ്ടെന്നും ഇത് ചെയ്തത് തെറ്റായി പോയി എന്ന് മനസ്സിലായിട്ട് അവരെന്തുകൊണ്ട് ഇത് തിരുത്തുന്നില്ല? അവര് സ്വയം മനസ്സിലാക്കിക്കോളും സാറേ. അടുത്ത ഇലക്ഷൻ വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാൽ ഇന്നത്തെ ഡബിൾ വിജയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്ത വ്യക്തിയല്ല എന്ന് ഉറപ്പാണ്. അത് ഇടതുപക്ഷത്തിലുള്ളവരും കോൺഗ്രസിലുള്ളവരും അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഉറപ്പ് ജനങ്ങൾക്കറിയാം. അതുറപ്പാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോ അതേപോലെ 2-3 ചെറുപ്പക്കാര് ഇതേ കണ്ടീഷനിലുള്ളവരുണ്ട്. അവർ കയറി വന്നാൽ കോൺഗ്രസ് ഈ വയസ്സൻ നേതാക്കന്മാരെല്ലാം പോകുമെന്നുള്ളത് അവർക്കൊരു തോന്നലുള്ളത് കൊണ്ട് ഇവരെ അടിച്ചു തകർക്കാൻ വേണ്ടി അവർ മെനഞ്ഞെടുത്ത ഒരു തന്ത്രമാണിത് എന്നാ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ അതായത് പത്തനംതിട്ടയിലെ ഒരു ജനങ്ങളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം എന്താ രാഹുൽ വിഷയത്തില് ഈ സതീശൻ സംഘം എടുത്ത നിലപാടിനോട്? പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരമായ നടപടിയാണെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ. ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഇടതുപക്ഷക്കാരും ഉൾപ്പെടെയുള്ളവര്, BJPക്കാർ ഉൾപ്പെടെയുള്ളവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഞാൻ മാവേലിക്കരയിൽ നിന്ന് വിളിക്കുക. ഇന്ന് വൈകുന്നേരത്ത് സുനിൽ കൊടുത്തിരുന്ന ഒരു പെൺപിള്ളാരുടെ വേഷവിധാനം വളരെ നല്ലതായിരുന്നു. അത് കേട്ടോ, നല്ലതായിരുന്നു. ഈ അമ്മമാർക്കൊന്നും കണ്ണും കാലും ഒന്നും കാണത്തില്ലയോ, കാതും ഒന്നും കേൾക്കത്തില്ല ഈ ലോകത്തില്. ഇപ്പോഴത്തെ പെൺപിള്ളാർ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു മോളെ ഉള്ള, അവളെ കെട്ടിച്ച് കുഞ്ഞായിട്ട് 15 വയസ്സുള്ളപ്പോൾ സാരി ഉടുപ്പിച്ചു, ഫുൾ സാരി. ഇപ്പോഴത്തെ പെൺപിള്ളാർ എന്തോ ആൺപിള്ളാരോ ഒന്നും ഈ പറയുന്ന ഈ രാഹുലിന്റെ ഈ കേസെടുത്ത ഓരോറ്റ വ്യക്തി എണ്ണ തിളപ്പിച്ചാൽ അതിനകത്ത് കഴിയിടാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ ഒരു കണ്ണുകൊണ്ട് പോലും ഒരു പാപം ചെയ്തിട്ടില്ലെന്ന് പറയാന്. ഇവനൊക്കെ എന്താ ഈ ലോകത്തില് ഇവനൊക്കെ അയ്യോ എന്താ സതീശന്റെ കൂട്ടുകാരന്റെ കാര്യം കേട്ട് ദേഹം അറപ്പ് വന്നങ്ങ്. ഇങ്ങനത്തെ ആളുകളാണ് ഇവന്റെ ഫ്രണ്ട് എന്നോർത്ത്. സതീശന്റെ ഫ്രണ്ട് ദുബായിലുള്ളവന് അവൻ പറഞ്ഞ കാര്യങ്ങള് ഇവനെയൊക്കെയാണോ ഞങ്ങളാരും പാവങ്ങളാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊന്നും കൂട്ടുകെട്ടത്തില്ല. അവനൊക്കെയാണോ കൂട്ടി? അവന് അതിനൊക്കെ സ്റ്റാറ്റസും അതിനൊക്കെ അന്തസ്സവേ കാണത്തുള്ളൂ.
അതാ ആ കൊച്ചനെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ സുനിലെ, പിന്നെ എന്താ രാഹുലിന്റെ മുഖത്ത് അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ എന്നെ വിഷണനായി അവനൊരു പക്ഷെ അവന് മനസ്സിൽ ദുഃഖമുണ്ടെങ്കിൽ എത്ര നിശ്ചയദാർഢ്യത്തോടു കൂടെ അവൻ നിൽക്കുന്നതും നടക്കുന്നതും ചിരിക്കുന്നതും. അവൻ തെറ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ചെറുപ്പക്കാര് പിള്ളേരല്ലേ ഇവളുമാരൊക്കെ. സതീശൻ അവിടെ വായിക്കാത്തോണ്ട് കേക്കെടുത്ത് വെച്ചു കൊടുക്ക. അവൻ ഒരു വികാരവും ഉണ്ടായില്ല. ഞാൻ ഒരു മനുഷ്യരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന വ്യക്തിയല്ല പോലെ. അവൻ ഒരു വികാരം ഉണ്ടായില്ല. ആ പെണ്ണിന്റെ വായില് കേക്കെടുത്ത് വെച്ചു കൊടുത്തപ്പോ അവന് പറ്റിയ പണിയാണോ അത് ചെയ്തത്? ഇതൊക്കെ മക്കളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ പറ്റി ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. അവന് ഇഷ്ടംപോലെ കോടികൾ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ആ കുഞ്ഞിനെ ഈ വിധത്തിലാക്കി? ഞങ്ങൾ പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു കാര്യമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇതിന് മറുപടി പറയാതിരിക്കത്തില്ല. കഷ്ടം. അവന് വിധവയായ ഒരു അമ്മയാണുള്ളത്. പിന്നെ ഈ റിപ്പോർട്ടർ മൊട്ടയെന്ന് എന്തോ ഒരു പ്രസംഗം. ഇന്ന് റിപ്പോർട്ടർ മൊട്ടയുടെ അപ്പന്റെ അമ്മയുടെ ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ വെറും സാധുക്കളാ. അവരൊരു കൈലി ഉടുത്ത് ഒരു തോർത്തും തോളയിലിട്ട് വലിയ ഒരു പ്രായം അപ്പനും അമ്മയും. ഈ മൊട്ടയുടെ ആട്ടവും പറച്ചിലും കേട്ടാൽ കാണുന്നവരൊക്കെ വിചാരിച്ചേക്കാണ്ട് വലിയ പൊങ്ങിയിടത്തെയാണ്. പക്ഷെ എന്നാലും നീതിക്ക് സംസാരിക്കണം. ഇവനാരും ഒരു തെറ്റും ചെയ്യാത്തവരാണോ? രാഹുൽ രാഹുല് ഈ നിലയെ വന്നത് കൊണ്ട് അവൻ സർവത്ര തെറ്റുകാരനായി. അവന് എന്തൊക്കെയോ ആകുമെന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നി. തോന്നിയവർക്കൊക്കെ കുശുമ്പ് വന്നുകൊണ്ട് അവനെ എങ്ങനെ അടിച്ച് താഴെ ഇടാം. പക്ഷെ ദൈവം അവനെ ഉയർത്തും. ഞാനിപ്പോ റിപ്പോർട്ടർ ചാനൽ പോലും കാണത്തില്ല. ഇപ്പൊ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇതേ ഉള്ളു കാണുന്നത്. ഭയങ്കര സങ്കടമാണ്. നമ്മളൊന്നും ഈ ലോകത്തിലോട്ട് കൊണ്ടുവന്നുമില്ല. ഒന്നും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റത്തില്ല. അലക്സാണ്ടർ പറഞ്ഞ എന്തുവാ, ഞാൻ ഒത്തിരി സമ്പാദിച്ചു, രോഗരാജ്യങ്ങളെല്ലാം ഞാൻ വെട്ടിപ്പിടിച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ മരിക്കുമ്പം ശവപ്പെട്ടിയുടെ പുറത്ത് എന്റെ കൈ രണ്ടും തുറന്ന് ഞാൻ ഈ സമ്പാദിച്ചതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്ന്. ഉണ്ടെങ്കിൽ സ്നേഹമേ ഉള്ളൂ. അവന് പ്രോത്സാഹനം കൊടുക്കണം. ഈ രാഹുലിന് പ്രോത്സാഹനം കൊടുത്താൽ അവനെ സഹായിക്കുന്നവരെ മറക്കുന്ന ഒരു കുഞ്ഞല്ല. അവരവരുടെ ഇത്രയും പ്രായമായവരല്ലേ, അവരെ ഒരു കൈത്താങ്ങൽ കൊടുക്കണ്ട. നീ വളർന്നു വാടാ, ഞങ്ങളുണ്ട് പുറകിന്. ഇതാണോ അവനൊക്കെ ചെയ്യേണ്ടിയത്? ഈ പറയുന്ന പോലെ മോനെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോലും മനസ്സല്ല ഇപ്പൊ. ഞാൻ ഈ പറയുന്ന പോലെ പയ്യന്റെ അപ്പനും അമ്മയും ഉള്ള കാലത്തുണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. പക്ഷെ മനസ്സങ്ങ് മടിച്ചു. ഈ ഭരിക്കുന്ന ഭരണത്തിനൊരു വ്യത്യാസം വരുമെന്നോർത്ത് ഈ പിണറായി ചില്ലറ കാര്യങ്ങളാണ് ഓരോരുത്തരെ ചെയ്തിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതും. എന്തുവാ ഇത്? കണ്ടും കേട്ടും ഞാൻ പറയുന്ന കർത്താവേ, നീ എത്രയും പെട്ടെന്ന് തീരണം ഇതെല്ലാം കൂടെ. അല്ലാതെ എന്തിനാ ഈ ലോകം? നീതിയും ന്യായവും സത്യമുള്ള ഒരു ലോകമല്ലിത്. ഈ ഇന്ന് പറഞ്ഞ അതുപോലത്തെ കാര്യങ്ങൾ പറയണം. ഈ പെൺപിള്ളാരെയൊക്കെ മര്യാദയ്ക്ക് നിർത്തണം. ഇവളുമാര് ലോകം മുഴുവൻ എല്ലാം കാണിച്ചോണ്ട് കണ്ട ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ വശീകരിക്കാനുള്ള പണികളൊക്കെ കാണിച്ചിട്ട് രാഹുലിനെ പറ്റി ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. അവനെ പറ്റി ഒട്ടും എനിക്ക് വിശ്വാസമില്ല. അവൻ അങ്ങനെയുള്ള ഒരു കുഞ്ഞാണെന്ന്. ദൈവം തമ്പുരാൻ ഇതിനുള്ള ശക്തി, കഴിവും ആരോഗ്യമൊക്കെ തരട്ടെ. നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം തന്ന കരുണയ്ക്ക് സ്തോത്രം ചെയ്യുക. ഞാൻ തൊടുപുഴയിൽ പൗലോസാണ്. സാറിനെ ഒന്ന് അനുമോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഈ രാഹുൽ വിഷയത്തില് വരുന്ന വാർത്തകള്, റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത വളരെ നിശ്ചിതമായ വിമർശനമാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് കവിഞ്ഞ് വാഗ്ദേവതയുടെ അനുഗ്രഹം സാറിനുണ്ട്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഈ നേതാക്കന്മാരെയൊക്കെ പറയേണ്ടതിന്റെ അങ്ങേയറ്റം സാറ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്. ഏതായാലും ഇങ്ങനെ വാഗ്ദേവതയുടെ അനുഗ്രഹമുള്ള വേറൊരു ചാനലുകാരനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ജേർണലിസ്റ്റ് ഉണ്ട്. ഈ രണ്ടുപേര്. സാറിനെ അതിൽ പ്രത്യേക അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സതീശനും അതുപോലെ രമേശനും ഒക്കെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണം. കോൺഗ്രസിന് ജീവൻ കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇപ്പോഴാണ് ഒരു അനക്കം വെച്ചത്. ഞാൻ 79 വയസ്സുള്ള റിട്ടയർഡ് അധ്യാപകൻ. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ കാര്യങ്ങൾ അറിയാം. ശരിക്ക്
കോൺഗ്രസിന് ജീവൻ കൊടുത്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് അവരാണ്. അവരെ ഇടിച്ചു കാത്തിയാലേ മുഖ്യമന്ത്രിയാകാൻ അംഗീകാരം കിട്ടുള്ളൂ. അതിനുവേണ്ടിയുള്ള വേലയാണെന്നാണ് എൻ്റെ മനസ്സിലാക്കല്. ആ കാര്യങ്ങളൊക്കെ സാറും ചാനലിൽ ശരിക്ക് പറയുന്നുണ്ട്. സാറിന്റെ വാക്ചരങ്ങൾ വളരെ മൂർച്ചയുള്ളതാണ്. മാനാഭിമാനം ഉള്ളവനാണെങ്കിൽ, നേരുന്നറിവുള്ളവനാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ എത്ര കേട്ടാലും മതിയാവില്ലാത്തവനാണല്ലോ. എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല, ബുദ്ധിപൂർവ്വം ജീവിക്കുന്ന ഒരാളാ. ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. ഈ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ജനം എന്ന് പറഞ്ഞാൽ എന്താ? ജനം ഇതുവല്ലതും നോക്കിയാണോ? യഥാർത്ഥത്തില് 10 കൊല്ലം കൊണ്ട് കേരളം മുടിച്ചു. സർക്കാർ ഫീസുകളെല്ലാം 100% 200% വർദ്ധിപ്പിച്ചു. വണ്ടി പുറത്തിറക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അക്കൗട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ തരത്തിലും ഇപ്പൊ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യമൊക്കെ ഈ രമേശനും സതീശനും പിന്നെ ഇവിടുത്തെ ഒരു പ്രമുഖൻ കേന്ദ്ര നേതാക്കന്മാരുടെ കൂടെ നടക്കുന്ന മിടുക്കനായ ഒരാൾ, അയാളുടെ ഭാര്യ പറയാണ് എന്നെയും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ എഴുതിയില്ലേ. എന്താ ഇതൊക്കെ പറയേണ്ടത്? മാനാഭിമാനം ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമോ? ഈ നേതാക്കന്മാര് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കളിയാണ്. സത്യസ്ഥിതി നമുക്കറിയാൻ മേല. പക്ഷേ ഒരു FIR പോലും ഇല്ലാതെ വെറും ആരോപണത്തിന്റെ പേരിൽ കേസെടുത്തത് വളരെ മോശമായി പോയി. FIR ഇട്ടത് സാറിന്റെ വാഗ്ധോരണി, വാഗ്ശരങ്ങള്, സാറിന് പ്രത്യേക ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ വാഗ്ശരങ്ങള് ഇത്ര രൂക്ഷമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വാഗ്മികൾ കുറവ്. വാഗ്മിത്വം ഒരു കലയാണല്ലോ. ആ കലയിൽ സാറ് മുൻപന്തിയിലാണ്. പിന്നെ ഏഷ്യാനെറ്റ് അതുപോലെയുള്ള ചാനലുകളൊന്നും ഞാൻ നോക്കാറില്ല. നേരുന്നറുവായിട്ട് ഒരു വർത്താനം ഈ ചാനലുകളൊന്നും പറയണില്ല. അവർക്കൊന്നും വിഷയമില്ല. ഈ സതീശനൊക്കെ എന്നാന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം, മുഖ്യമന്ത്രിയെ തൊഴണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു വാക്ക് പറയാനുള്ള ആംബിയർ ഇല്ല. അതുകൊണ്ടാണ് കോൺഗ്രസിനെ തന്നെ അടിക്കുക. അത് പിന്നെ ആരും ഉപദ്രവിക്കില്ലല്ലോ. ഞാൻ തൊടുപുഴയാണ്. ഹൈസ്കൂൾ അധ്യാപകർ റിട്ടയർ ചെയ്തു. 79 വയസ്സുണ്ട്. ഞാൻ എന്നും തന്നെ ഇത് കാണാറുണ്ട്. അപ്പോൾ ഒരു സാറിന്റെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇത്തരം നല്ല മൂർച്ചയേറിയ വിമർശനങ്ങൾ. അതിൽ സന്തോഷമുണ്ട്. രാഹുലിന്റെ കാര്യത്തിൽ താങ്കൾ ചെയ്യുന്ന ഇനിഷ്യേറ്റീവിന് ഒരു അപ്രീസിയേഷൻ പറയാനാണ്. കൂടെ ഈ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാര് സതീശനും ഇതിനെതിരെല്ലാം കൂടെ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് എതിരായിട്ട് ജനങ്ങളെ അണിനിർത്തി ഞാൻ പറഞ്ഞിട്ട് പത്തനംതിട്ടയാണ് ഞാൻ പറഞ്ഞിട്ട് സുനിലൂടെ അതിന് മുൻകൈ എടുത്തിട്ട് ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി പത്തനംതിട്ട ഒരു സ്വീകരണം നടത്തിയാൽ ജനമധ്യത്തിലേക്ക് രാഹുലിനെ വീണ്ടും കൊണ്ടുവരണം. നമുക്ക് അവനെ ആവശ്യമുണ്ട്. പത്തനംതിട്ടയിലുള്ള യുവജനങ്ങളൊക്കെ തീർച്ചയായിട്ടും അവന് വേണ്ടി ചാകാൻ നടക്കുന്ന കുഞ്ഞുങ്ങളാവട്ടെ. എനിക്ക് വയസ്സ് 65 എന്റെ ഭാവി കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് അങ്ങനെയുള്ള പിള്ളേർക്ക് വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജനങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ അവന് വളരെ സപ്പോർട്ടാണ് ജനങ്ങളുടെ. അവന്റെ ജന്മനാട്ടിൽ അവനെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ അവനൊരു മാനസികമായൊരു പ്രയാസം നിൽക്കുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവന്റെ ജന്മനാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവന്റെ ജന്മനാടല്ലേ പത്തനംതിട്ട എന്ന് പറയുന്നത്. പത്തനംതിട്ടയൊക്കെ അവന് ഭയങ്കര സപ്പോർട്ടുള്ള ഒരു നാടാണ്. ജനങ്ങള് കേരളം മൊത്തം ഉണ്ടെങ്കിൽ തന്നെ സ്വന്തം നാട്ടിൽ അവനെ അംഗീകരിക്കണമല്ലോ ആദ്യം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. 10-40 വർഷം ബോംബെയിലുണ്ടായിരുന്നു. ഞാൻ ബോംബെയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. സൗത്ത് ബോംബെ ഡിസ്ട്രിക്ട് കോൺഗ്രസിന്റെ ഉമ്മർഖാടി നിയോജകമണ്ഡലത്തിൽ. ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നാട്ടിൽ കാസർഗോഡാണ്. എൻ്റെ പേര് മുഹമ്മദ് മീത്തൽ എന്നാണ്. അപ്പോൾ ഇവര് നമ്മളെ കുറച്ച് 2-3 നേതാക്കന്മാരെ പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നു. അറിവുള്ളതുകൊണ്ട് ഒന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല, VD സതീശന്, അതുപോലെ AICC ജനറൽ സെക്രട്ടറി, നമ്മുടെ സംഘടനാ സെക്രട്ടറി ഉണ്ടല്ലോ KC കോണാണ്. ഇവരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എനിക്ക് പറയാണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മളെ ഈ രമേശ് ചെന്നിത്തല, ഇയാൾ ആദ്യം കോൺഗ്രസിന്റെ AICC സെക്രട്ടറി സോണിയാഗാന്ധി ഉണ്ടായിരുന്ന ടൈമിൽ പ്രസിഡന്റ് ആയിരുന്നല്ലേ, AICC സെക്രട്ടറി ആയിട്ട് നമ്മൾ ഗോവയിലേക്ക് അയച്ചു. ഗോവയിലേക്ക് അയച്ചിരുമ്പോൾ അവിടെ നിന്നെല്ലാം ഈ കാശ് വാങ്ങിയിട്ട് സ്ഥാനാർത്ഥികളോട് കാശ് വാങ്ങിയിട്ട് തൂക്കുന്ന സ്ഥാനാർത്ഥി കൊടുത്തു സീറ്റെല്ലാം. അവിടെ പരാജയപ്പെട്ടു. അവിടെ ജീവിതത്തിൽ പിന്നെ ആദ്യം മുതലേ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു അവിടെ. രമേശ് ചെന്നിത്തല പോയ ശേഷം ദയനീയമായിട്ട് പരാജയപ്പെട്ടു കോൺഗ്രസ്. അതിനുശേഷം അയാളെ അയച്ച് പിന്നെ ഇപ്പൊ അടുത്ത് മഹാരാഷ്ട്രയിലേക്ക് അയച്ചു. അവിടെയും പോയി പരാജയപ്പെട്ടു. അയാളും അവിടെ ഇൻചാർജ് ആയിരുന്നു. ബോംബെ മഹാരാഷ്ട്ര ഇൻചാർജ്. അവിടെയും പോയിട്ട് പരാജയപ്പെട്ടു. ഈ മനുഷ്യന് എവിടെയെല്ലാം പോയി അവിടെയെല്ലാം കോൺഗ്രസ് നശിപ്പിച്ചാൽ വന്നത് ഈ രമേശ് ചെന്നിത്തല. പൈസ വാങ്ങി സ്ഥാനാർത്ഥികളോട് പൈസ വാങ്ങിയിട്ട് പിന്നെ ശക്തിയില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക്, പൈസയുള്ള സ്ഥാനാർത്ഥി പൈസ വാങ്ങിയിട്ട് ഇയാൾക്ക് പിന്നെ സീറ്റ് കൊടുക്കും.
സീറ്റ് കൊടുത്തിട്ട് അവിടുത്തെ പരാജയപ്പെട്ടില്ലോ ജന സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർക്ക്. അങ്ങനെയുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നത്. പിന്നെ VD സതീശൻ അടുത്ത് വന്നാണ് അവര് നമ്മുടെ മാവൂർ രാഘവട്ടത്തിന്റെ ഈ പ്രശ്നം അവർക്ക് അത്ര പെട്ടെന്നായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് തർക്കം പിടിച്ച ഇയാളാണ്, അത് VD സതീശനാണ്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കംപ്ലീറ്റ് മഹാരാഷ്ട്ര, പിന്നെ അതുമാതിരി UP എല്ലാ സ്ഥലത്തും നമ്മളെ ഈ വേണുഗോപാലിനെ പറ്റി എതിരാണ്. വേണുഗോപാലിന് ഭയങ്കര എതിരാണ് അടുത്ത ആൾക്കാരെ കംപ്ലീറ്റ്. അവന്റെ ഡിസിഷന് ശരിയല്ലാന്ന്. അതിനായിട്ട് നല്ലതായിട്ട് നമുക്ക് ഇവിടെ എത്രയോ ആൾക്കാർ നമ്മുടെ കോൺഗ്രസിലുണ്ട്. KC ജനറൽ സെക്രട്ടറികളുടെ വഹിക്കാനുള്ള അധികാരം കഴിവുള്ള ആൾക്കാർ അവരൊന്നും പിടിച്ചിട്ടാക്കിയില്ല. ഈ ഹൈക്കമാൻഡ് പിടിച്ചിട്ട് ഇവനാക്കി വേണുഗോപാലിന്, ഈ കഴിവില്ലാത്ത ഹിന്ദി വരെ സംസാരിക്കാറില്ല. അവിടെ ഒരു KC ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഹിന്ദി അറിയണല്ലോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. ഹിന്ദി അറിയില്ലല്ലോ. എന്താ പോയിട്ട് പറയാ അവരോട് ഈ ഇംഗ്ലീഷ് അറിയാത്തവരോട്? അപ്പൊ അങ്ങനെയുള്ള ജനറൽ സെക്രട്ടറിയാണ് പിടിച്ചിലാക്കിയത്. പൈലറ്റിനെല്ലാം പിടിച്ചാക്കിയത് ജനറൽ സെക്രട്ടറി KC ജനറൽ സംഘടന പൈലറ്റ് വരാൻ തയ്യാറില്ല. രാഹുൽ ഗാന്ധി ശ്രമിച്ചു, പക്ഷെ അയാള് രാജസ്ഥാനിനെ ഉൾക്കൊണ്ട അവിടെ കാണുന്ന പരിപാടിയുള്ളത്, രാജസ്ഥാനിലെ പൈലറ്റ്. പിന്നെ അതുമില്ലാണ്ട് നമ്മളെ എത്രയോ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. കുറെ ആൾക്കാരിന് ഈ വേണുഗോപാലിനെ തൊട്ട് ചൊടിച്ചിട്ട് പാർട്ടി വിട്ടു പോയില്ലേ? എത്ര ആൾക്കാരെ പാർട്ടി വിട്ടിട്ട്. അതുകൊണ്ട് ഇവര് ഈ നേതാക്കന്മാരൊന്നും ശരിയില്ല കേരളത്തില്. ഇങ്ങനെ പോയത് ഭരണമൊന്നും കിട്ടിയ ഭരണം ഇവർക്ക് മുഖ്യമന്ത്രിയാണ്. എല്ലാവരും ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണോ, വേണുഗോപാലിന് മുഖ്യമന്ത്രിയാണോ, അതായത് ചെന്നിത്തലക്ക് മുഖ്യമന്ത്രി, ഈ 3 പേർക്ക് മുഖ്യമന്ത്രിയാണോ? അല്ല, ആ മുഖ്യമന്ത്രിയാണുള്ള കളിയാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് നശിപ്പിക്കുന്നത്. ഈ നമ്മളെ രാഹുൽ മാങ്കൂട്ടം, അതുമാതിരി ഷാഫി പറമ്പിൽ, അതുമാതിരി നമ്മളെ ഉമ്മൻചാണ്ടിന്റെ മകന്, ഇവരെല്ലാം രംഗത്ത് വരുന്നത് പ്രവർത്തനത്തിൽ. അവരുടെ യൂത്തിന്റെ നേതാക്കന്മാരാണ്. പക്ഷെങ്കിലും അവർ വരണം. അവരെ വരാൻ ഇവർ അനുവദിക്കില്ല ഈ ആൾക്കാർ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനായ രാജുവാ. ഞാനൊരു CPM-കാരനായിരുന്നു, കറതീർന്നതായിരുന്നു. CPM-ന്റെ തമ്മാടിത്തരം കൊണ്ട് കോൺഗ്രസിലോട്ട് പോയിട്ട് ഒരു ദിവസത്തില്ല, ബോംബെയിലൊക്കെ പോയിട്ട് തിരിച്ചിപ്പോ നാട്ടിലുണ്ട്. ഇപ്പൊ രാഹുൽ മങ്കടത്തിന്റെ കാര്യം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് സാറിന്റെ കൂടെ. ഈ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും എല്ലാം കയ്യാങ്കളിയായി നടക്കുന്ന സംഭവം മുഴുവനെ രാഹുൽ മങ്കടത്തിലും നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മോനും മറ്റുള്ള ചെറുപ്പക്കാരെല്ലാവരും വരുന്നത് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ അവരെ അടിച്ചിരുത്താനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവനെ. അവിടെ സാറിന്റെ ഈ ചാനൽ എന്തെങ്കിലും നമ്മൾ കാണാറുണ്ട്, ഡെയിലി ഈ ചാനലേ കാണാറുള്ളൂ. ഞാൻ അതിനുവേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടി എന്ത് കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വരാൻ തയ്യാറായിട്ട് നിൽക്കുവാ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സാറിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. ഇതല്ലേ? എന്റെ പേര് ശാന്ത എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഈ രാഹുൽ മാങ്കോട്ടവും ചാണ്ടിയുമ്മൻ രാഹുൽ ഗാന്ധിയൊക്കെ നമുക്ക് വേണ്ടി ഇതുപോലെ കരയും. ഈ പിള്ളേർക്കൊക്കെ പെണ്ണും കെട്ടി കുടുംബമായിട്ട് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിച്ചാൽ പോരെ. ഈ മനുഷ്യരെല്ലാം കൂടെ കൂടി അതുങ്ങളെ ആ കൊച്ചു എന്ത് തെറ്റ് ചെയ്തു? അവന്റെ എളിമത്തുള്ള ചിരി, ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാൻകൂട്ടം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മാൻകുട്ടിയായിട്ട് തിരിച്ചു വരും. അവൻ മാങ്കൂട്ടമല്ല. അവന്റെ അമ്മയോട് പറഞ്ഞേരെ, സോണിയാഗാന്ധി രാജീവ് ഗാന്ധി മരിച്ചിട്ട് നല്ല പവറോടെ നിന്നില്ലേ, അതുപോലെ നിൽക്കാൻ പറയണം. ഓണോ എന്തോണം, ഒരു ഓണം തോന്നണില്ല. രാഹുലിന്റെ വിഷമം ഓർക്കുമ്പോൾ എനിക്ക് എന്റെ കൊച്ചിനെക്കായും അവനെ ഒരു കാര്യമാണ്. എനിക്ക് പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല സാറേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.